എനിക്ക് ബോഡി ഷേമിങ് താങ്ങാൻ പറ്റുന്നില്ല. ഇതാണ് എൻ്റെ അടുത്ത് ആൾ പറഞ്ഞത്. സോ ഈ ബോഡി ഷേമിങ് താങ്ങാൻ പറ്റുന്നില്ല, ഇതിൻ്റെ ഒരു റീസൺ കൊണ്ടിട്ടാണ് ആൾക്ക് വെയിറ്റ് കുറയ്ക്കേണ്ടത്. ഞാൻ പറഞ്ഞു ഓക്കെ, ആരാണ് ബോഡി ഷേമിങ് ചെയ്തത്? പബ്ലിക്കിൽ ആരെങ്കിലും റിലേറ്റീവ്സ് അങ്ങനെ ആരെങ്കിലും ആണോ? അല്ല, പാർട്ട്ണറാണ് ബോഡി ഷേമിങ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഫീമെയിൽ പേഷ്യൻസ് ഡയറ്റ് എടുക്കുമ്പോൾ അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഫുഡ് ഉണ്ടാക്കണം, ഹസ്ബൻഡിന് ഒരു ഫുഡ് ഉണ്ടാക്കണം, കിഡ്സിന് വേറൊരു ഫുഡ് ഉണ്ടാക്കണം. സോ അതും ഞാൻ പറയുന്നത്. ഇപ്പോൾ ഓയിലി, ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഇപ്പോൾ നിങ്ങൾ കോക്കനട്ട് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ ഹസ്ബൻഡ് പറയണില്ല എനിക്ക് കോക്കനട്ട് ചട്നി എനിക്ക് കഴിച്ചേ പറ്റൂ, എനിക്ക് നിർബന്ധമാണ്, അങ്ങനെ പറയരുത്. ഇപ്പോൾ നമ്മൾ ടൊമാറ്റോ ചട്നി എടുത്താലും അത് ഓക്കെ ആണല്ലോ, ഈ പറയുന്നവർക്കും അത് ഹെൽത്ത് തന്നെ, വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ. അവിടെ നമ്മുടെ ഇഷ്യൂ പാർട്ട്ണറാണ്. പാർട്ട്ണർ ഓൾമോസ്റ്റ് ഡേയ്സ് നൈറ്റ് ഫുഡും മേടിച്ചുകൊണ്ട് വന്നിട്ടൊക്കെ കഴിക്കാറുണ്ട്, നോൺ വെജ് ഐറ്റംസും ആൾക്ക് ഇഷ്ടമുള്ള ജങ്ക് ഫുഡ്സ് എല്ലാം. പക്ഷേ ഇവിടുത്തെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ആള് ശ്രുതിയുടെ മുന്നിലിരുന്ന് ഈ ഫുഡ് കഴിക്കുകയും ശ്രുതിക്ക് ഈ ഫുഡ് നിരോധിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആള് പറയാം, സോ ഇങ്ങനെ ഇത് ഉള്ളിൽ കിടന്ന് ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്ക് ഇതൊരു വലിയ ഫ്രസ്ട്രേഷൻ ലെവലായിട്ട് മാറുകയും ശ്രുതി ഓവറായിട്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ ഓരോ കാര്യങ്ങൾ ചെയ്യരുത്. അതൊരിക്കലും അതൊരു മോശമായിട്ടുള്ള കാര്യമല്ല. നമ്മൾ ഈ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് നമ്മൾ തേടാതിരുന്നാൽ മാത്രം പിന്നീട് നമ്മുടെ കണ്ടീഷൻ, നമ്മുടെ മെന്റൽ ഹെൽത്തും നമ്മുടെ ഫിസിക്കൽ ഹെൽത്തും വളരെ മോശമായിട്ടുള്ള രീതിയിൽ അങ്ങനെയാണ് ശ്രുതി ഇപ്പോൾ എൻ്റെ അടുത്ത് വന്ന ഈ ഒരു അവസ്ഥയിലോട്ട്, ബയോകെമിക്കൽ വാല്യൂസ് ഒക്കെ കുറഞ്ഞ ആൾ ടയേർഡായിട്ട് വളരെ മോശമായിട്ടുള്ള ഒരു ആരോഗ്യ അവസ്ഥയിലോട്ട് ശ്രുതി എത്തിയത്.